ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിൻ്റെ PYQ സീരീസ് ആണ്. അതിൽ നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5, പാർട്ട് 6 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പാർട്ട് 7ലേക്കാണ് കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം ഒട്ടും കളയില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2019 WHO ചീഫ് സയന്റിസ്റ്റ് ആയിട്ട് നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്വാതി മോഹൻ, ഓപ്ഷൻ ബി രോഹിണി ഗോഡ്ബോൾ, ഓപ്ഷൻ സി സൗമ്യ സ്വാമിനാഥൻ, ഓപ്ഷൻ ഡി ഋതു കരിതാൾ. 2019 WHO ചീഫ് സയന്റിസ്റ്റ് ആയിട്ട് നിയമിതയായ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സൗമ്യ സ്വാമിനാഥൻ. രണ്ടാമത്തെ ചോദ്യം. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, 5+3+3+4. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ് എന്നുള്ളതാണ്. സാഞ്ചി സ്തൂപം, ഹംപി, മംഗൾയാൻ, ചെങ്കോട്ട. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ചെങ്കോട്ട. നാലാമത്തെ ചോദ്യം. 2024 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? 2024 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? പാരീസിലാണ് അല്ലേ. ടോക്കിയോ, ലണ്ടൻ, ഏതൻസ് അങ്ങ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പാരീസ് ആണ്. അഞ്ചാമത്തെ ചോദ്യം. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ് എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ മൃതസഞ്ജീവനി തന്നെയാണ്. ജീവനി സഞ്ജീവനി, ജീവനം, ജീവൻ ദീപം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി എന്ന് പറയുന്നത് മൃതസഞ്ജീവനി തന്നെയാണ്. ആറാമത്തെ ചോദ്യം. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21-നാണ്. ഏഴാമത്തെ ചോദ്യം. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജസ്റ്റിസ് റിയക് ജോസഫ്, ഓപ്ഷൻ ബി ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്, ഓപ്ഷൻ സി ജസ്റ്റിസ് AK ബഷീർ, ഓപ്ഷൻ ഡി ജസ്റ്റിസ് KP ബാലചന്ദ്രൻ. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ജസ്റ്റിസ് സിറിയക് ജോസഫ്. ഓക്കെ, അടുത്ത ചോദ്യം. എട്ടാമത്തെ ചോദ്യം. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. ഓപ്ഷൻ എ ന്യൂസിലാൻഡ്, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടനയെ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ശരിയായ പ്രസ്താവന എല്ലാം ശരി തന്നെയാണ്. എല്ലാം ശരിയുള്ളത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 അല്ലേ. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. അടുത്ത ചോദ്യം. പത്താമത്തെ ചോദ്യം. 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 11ാമത്തെ ചോദ്യം. ഹിമാലയ പർവ്വതത്തിലെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഹിമാദ്രി, ഓപ്ഷൻ ബി ഹിമാചൽ അല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ശിവലിംഗം. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി വിഴിഞ്ഞം. തിരമാലകളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിച്ചത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വിഴിഞ്ഞത്താണ്. പ്രാചീന കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു കേട്ടോ വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലമാണ് വിഴിഞ്ഞം. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ച സ്ഥലമാണ് വിഴിഞ്ഞം. ഓക്കെ, 13ാമത്തെ ചോദ്യം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. പശ്ചിമ ബംഗാൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുക? ഒരു ഭാഗത്ത് ഹിമാലയ പർവ്വതവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ അല്ലേ. പ്രാചീന കാലത്ത് വംഗദേശം എന്നും ഗൗഡദേശം എന്നും അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. GST രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ്. നെല്ല്, ചണം എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 1757 ചരിത്ര പ്രസിദ്ധമായ പ്ലാസി യുദ്ധം
നടന്ന പ്ലാസി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. സ്വാമി വിവേകാനന്ദൻ, രവീന്ദ്രനാഥ ടാഗോർ, രാജാറാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ നവോത്ഥാന നായകന്മാർ ജനിച്ച സ്ഥലമാണ് ഏത്? ജനിച്ച സംസ്ഥാനമാണ് ഏത്? പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ഏതാണ്? ബേലൂർ മഠമാണ് അല്ലെ. ബേലൂർ മഠം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം, ഒരു ക്ലൂ തരാം, ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് നാഗ്പൂർ ആണ് അല്ലെ. മഹാരാഷ്ട്രയുടെ 2ാം തലസ്ഥാനമാണ് നാഗ്പൂർ. രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ ആസ്ഥാനമാണ് നാഗ്പൂർ. നാഗ്പൂരിനെ ലോകത്തിലെ കടുവ തലസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. എന്താണ് കാരണം? അതായത് നിരവധി കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് റോഡ് മാർഗം വേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതിനാലാണ് നാഗ്പൂരിനെ ലോകത്തിന്റെ കടുവ തലസ്ഥാനം എന്ന് വിളിക്കുന്നത്. 0 മൈൽ സ്റ്റോൺ സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? നാഗ്പൂർ തന്നെയാണ്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യമാണ് അല്ലെ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരിയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, കാവേരി. കാവേരി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ട ഒരു കാര്യം എന്താണ്? ദക്ഷിണ ഗംഗ അല്ലെ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ്. ഇന്ത്യയിലെ ആദ്യ ഡാം ഏതാണ്? ഗ്രാൻഡ് ഡാമാണ്. അത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരിയാണ്. ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞത്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കാവേരി നദിയുടെ നീളം എന്ന് പറയുന്നത് 800 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നറിയപ്പെടുന്നത് ശരിയാണ്. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു ശരിയാണ്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്, അതും തെറ്റാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 1 and 2 അല്ലെ. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് അറിയപ്പെടുന്നു, കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ശരിയല്ല. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി ചൈന. എവിടെയാണ്? മുംബൈയിലാണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. മുംബൈ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്, വ്യവസായിക തലസ്ഥാനമാണ്, ഇന്ത്യയുടെ കവാടം എന്നൊക്കെ അറിയപ്പെടുന്ന നഗരമാണ് ഏത്? മുംബൈ അല്ലെ. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ്. അറിയാലോ, 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഏതൊക്കെയാണ് ആ 3 തലസ്ഥാനം? വിശാഖപട്ടണം, അമരാവതി, കുർണൂൽ. അതായത് വിശാഖപട്ടണമാണ് എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ, അതായത് കാര്യനിർവഹണ തലസ്ഥാനം എന്ന് പറയുന്നത്. ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഏതാണ്? അമരാവതിയാണ്, നിയമനിർമ്മാണ തലസ്ഥാനം. ഇനി നീതിന്യായ ജുഡീഷ്യറി ക്യാപിറ്റൽ, നീതിന്യായ തലസ്ഥാനം എന്ന് പറയുന്നത് കുർണൂലാണ്. അങ്ങനെ 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് അല്ലേ. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, കാര്യനിർവഹണ തലസ്ഥാനം വിശാഖപട്ടണം, നിയമനിർമ്മാണ തലസ്ഥാനം അമരാവതി, നീതിന്യായ തലസ്ഥാനം കുർണൂൽ. ഇന്ത്യയുടെ നെല്ലറ, ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്നിങ്ങനെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേട്ടോ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 20ാമത്തെ ചോദ്യം. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഗുജറാത്താണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ഇതിഹാസങ്ങളുടെ നാടാണ് അല്ലേ. പ്രാചീനകാലത്ത് ഗുർജരം എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് കേട്ടോ. 1600 കിലോമീറ്ററോളം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നിലവിലുള്ള ഏക സംസ്ഥാനമാണ് ഗുജറാത്ത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ്, നിലക്കടല, പരുത്തി, ബജ്ര എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. കടൽത്തറയിൽ നിന്ന് എണ്ണഖനനം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാലാവസ്ഥാ നിരീക്ഷണ ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്ന സംസ്ഥാനമാണ്. സോളാർ നയം ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഏത്? ഗുജറാത്ത് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷീര ATM നിലവിൽ വന്ന സംസ്ഥാനം അത് ഗുജറാത്താണ്. ക്ഷീര ATM. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ക്ഷീര ATM നിലവിൽ വന്ന ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളമാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്ഷീര ATM നിലവിൽ വന്ന സംസ്ഥാനം അത് ഗുജറാത്താണ്.
അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ് അല്ലേ. ഓപ്ഷൻസ് മുയൽ, കടുവ, സിംഹം എന്ന് കൊടുത്തിട്ടുണ്ട്. ദേശീയ പൈതൃക മൃഗമാണ് ചോദിച്ചിരിക്കുന്നത് ആനയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 23ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണോ? അല്ല, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2007, ഓപ്ഷൻ സി 2006, ഓപ്ഷൻ ഡി 2008. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ അല്ലേ. 26ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. 3ാം ഭാഗത്താണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട് എന്നുള്ളതാണ്. 24 അല്ലേ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്തത് 28ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ്. അരുൺ കുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യ. ഓപ്ഷൻ ബി നങ്കുരുകി പ്രകാശം, പോറ്റി ശ്രീരാമലു, രവീന്ദ്രനാഥ ടാഗോർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യാണ്. അടുത്ത ചോദ്യം നോക്കാം. 30ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്തത്? സ്വത്തവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ട്. ചൂഷണത്തിനെതിരുള്ള അവകാശം ഉൾപ്പെടുന്നുണ്ട്. സമത്വാവകാശം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സ്വത്തവകാശം. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം, ഓപ്ഷൻ സി എന്താണ്? ഖിലാഫത്ത് സമരം, ഓപ്ഷൻ ഡി ചമ്പാരൻ സത്യാഗ്രഹം. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ക്വിറ്റ് ഇന്ത്യ എന്നുള്ള വാക്ക് ഉപയോഗിച്ച ആരാണ്? ആദ്യമേ ഉപയോഗിച്ചത് യൂസഫ് മെഹ്റലിയാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നും അധികാരം കൈമാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചിട്ടാണ്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന പേരിലാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9-നാണ്. ഗാന്ധിജി തന്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രത്തിന്റെ പേരെന്താണ്? ഹരിജൻ എന്നാണ്. ഓക്കെ. ബോംബെയിൽ ചേർന്ന INCയുടെ സ്പെഷ്യൽ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത്. 1942 ഓഗസ്റ്റ് 8. എന്നാൽ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. മറക്കരുത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യം. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 മാർച്ച് 28 അല്ല, 1930 ഏപ്രിൽ 1 അല്ല, 1930 മാർച്ച് 6 അല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 1930 ഏപ്രിൽ 6-നാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഷൗക്കത്ത് അലി എന്ന് കൊടുത്തിട്ടുണ്ട്, മൗലാന അബ്ദുൽ കലാം എന്ന് കൊടുത്തിട്ടുണ്ട്, മുഹമ്മദ് അലി ജിന്ന എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ അസഫ് അലി. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 36 നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗേഡിലിയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 37ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? BR അംബേദ്കർ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് BR അംബേദ്കർ.
38ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലറ്റ് നിയമത്തിനെതിരായിരുന്നു. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അവിസ്മരണീയമായ ഒരു പ്രസംഗമായിരുന്നു ഏത്? വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്നുള്ള പ്രസംഗം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തിയും ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്ലോ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ ആരാണ്? ഉദ്ധം സിംഗ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു അല്ലേ ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്ലോ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കിയ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സൂര്യസെൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കൺഫ്യൂഷൻ വരും. ഉദ്ധം സിംഗ് ആണ്. 41ാമത്തെ ചോദ്യം, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുക? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ്. ഏറ്റവും അവസാനമായി രൂപീകൃതമായ ജില്ലയാണ്. വിസ്തീർണം കുറഞ്ഞ രണ്ടാമത്തെ ജില്ലയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ്. എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ച കേരളത്തിലെ ജില്ലയാണ്. തുളു ഭാഷ സംസാരിക്കുന്ന ഏക ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയും കാസർഗോഡ് തന്നെയാണ്. യക്ഷഗാനം അല്ലേ, യക്ഷഗാനം എന്ന കലാരൂപം കേരളത്തിൽ നിലവിലുള്ള ഏക ജില്ല അത് കാസർഗോഡാണ്. അടുത്ത ചോദ്യം, 42ാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പാലക്കാട് അല്ലേ. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ലയാണ്. ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയാണ് പാലക്കാട്. ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ലയാണ്. കേരളത്തിലെ കാർഷിക ആവശ്യത്തിനായി ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ലയാണ്. കാളപ്പൂട്ട് ഉത്സവം ആഘോഷിക്കുന്ന ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്ന ജില്ലയാണ്. ഏറ്റവും കൂടുതൽ വനിതാ തൊഴിലാളികൾ, കർഷക തൊഴിലാളികളുള്ള ജില്ലയാണ് ഏത്? പാലക്കാട് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരം, ആദ്യത്തെ നഗരം ഏതാണ്? എറണാകുളമാണ്. രണ്ടാമത്തെ നഗരമാണ് വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരം, അത് പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതവൽകൃത ജില്ലയാണ്. ഏറ്റവും കൂടുതൽ റവന്യൂ വില്ലേജുകളുള്ള ജില്ലയാണ്. സമുദ്രതീരമില്ലാത്ത ജില്ലകളിൽ ഒന്നാണ് പാലക്കാട്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒന്ന് ഭവാനി ഒഴുകുന്ന ജില്ല അത് പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലയാണ്. കേരളത്തിലെ ലോക്സഭാ സംവരണ മണ്ഡലങ്ങളിൽ ഒന്നായ ആലത്തൂര് സ്ഥിതി ചെയ്യുന്ന ജില്ല അത് ഏതാണ്? പാലക്കാടാണ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളവും ഏറിയ കായലാണ് വേമ്പനാട്ട് കായൽ. 96 കിലോമീറ്റർ ആണുള്ളത്. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ. ഈ വേമ്പനാട്ട് കായൽ കുറെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പുന്നമട കായൽ എന്നറിയപ്പെടുന്നുണ്ട്, വീരൻപുഴ എന്നറിയപ്പെടുന്നുണ്ട്, കൊച്ചി കായൽ എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. പുന്നമട കായൽ, വീരൻപുഴ, കൊച്ചി കായൽ. അതായത് കുട്ടനാട്ടിലാണ് വേമ്പനാട്ട് കായൽ പുന്നമട കായൽ എന്നറിയപ്പെടുന്നത്. കൊച്ചിയിൽ വീരൻപുഴ എന്നാണ് അറിയപ്പെടുന്നത്. വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. കൊച്ചി കായൽ എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, 44ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട് ഒഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആകെ 3 അല്ലേ, കബനി, ഭവാനി, പാമ്പാർ. അതാ പാമ്പാറാണ് അല്ലേ. പാമ്പാറിന് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി. ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി അത് കബനിയാണ്. ഏറ്റവും ചെറിയ നദി പാമ്പാറാണ്. കേരളത്തിൽ നീളം 25 കിലോമീറ്റർ ആണ്. ആകെ നീളം 31 കിലോമീറ്റർ. അതിൽ 25 കിലോമീറ്ററും കേരളത്തിലൂടെയാണ് ഒഴുകുന്നത്. പാമ്പാർ ഉത്ഭവിക്കുന്ന സ്ഥലം ബെൻപൂർ, ദേവികുളം താലൂക്കിൽ, ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ചോദ്യം, 45ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി അല്ലെ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ആണ് കേട്ടോ ഔദ്യോഗിക പക്ഷി എന്ന് കാണുമ്പോൾ ഓടിപ്പോയിട്ട് മയിൽ എഴുതരുത്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? തീരപ്രദേശം. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 48ാമത്തെ ചോദ്യം, കൊടുങ്ങര പള്ളംപുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ തിരുനെല്ലി, ഓപ്ഷൻ ബി അട്ടപ്പാടി, ഓപ്ഷൻ സി അടിമാലി, ഓപ്ഷൻ ഡി കുമരകം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ.
കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് അല്ലേ. ജനസാന്ദ്രത കൂടിയ കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ്. ഏറ്റവും ചെറിയ ജില്ലയാണെങ്കിലും ജനസാന്ദ്രത കൂടിയ കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കയർ വ്യവസായങ്ങളുള്ള ജില്ലയാണ്. ആദ്യത്തെ കയർ ഫാക്ടറി, കേരളത്തിൽ തന്നെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ ജില്ല അത് ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ലയാണ് കേട്ടോ ആലപ്പുഴ. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ലയാണ്. വേലകളി എന്ന പരമ്പരാഗത കലാരൂപം ഉടലെടുത്ത ജില്ലയാണ് ആലപ്പുഴ. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ്. കായൽ ടൂറിസത്തിന് പേരുകേട്ട കേരളത്തിലെ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 50-ാമത്തെ ചോദ്യം. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. റൈറ്റ് ആൻസർ OM നമ്പ്യാർ. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? OM നമ്പ്യാർ. ഓക്കെ, അപ്പോൾ നമ്മൾ 10th പ്രിലിംസിന്റെ PYQ സീരീസിന്റെ ഭാഗം 7 നമ്മൾ ഡിസ്കസ് ചെയ്തത്. 50 ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോയിൽ അല്ലേ. അപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.